വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള നവവധുവായ ഷഹാന മുംതാസ് എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അവളുടെ ഭർത്താവ് അവൾക്ക് നിറം കുറവാണെന്നും അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന പേരിൽ അവളെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ സങ്കടത്തിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ശരിക്കും പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുട്ടി ആത്മഹത്യ ചെയ്തതുകൊണ്ട് ആർക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? അവളുടെ പേരൻസ് കുറച്ചു നാളിരുന്ന് കരയും, അന്നുള്ളതല്ലാതെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ കുട്ടിക്ക് തന്നെയാണ് അല്ലേ? ഇവള് കാണിച്ചത് എന്തൊരു മണ്ടത്തരാണ്. ഇവനെ ഇനി പിടിച്ച് ഇതിന്റെ പേരിൽ ജയിലിൽ ഇട്ടു എന്ന് പറഞ്ഞാലും അത് കാണാനോ ഒന്നും ഇവൾക്ക് സാധിക്കത്തില്ല അല്ലേ? അപ്പൊ ഇവൾ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന്? ബുദ്ധിപരമായിട്ട് ഈ പ്രൂഫ് എല്ലാം വെച്ചിട്ട് ഇവനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഇവളുടെ മുന്നിൽ തന്നെ അതിനുള്ള ശിക്ഷ അവന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തതിനു ശേഷം അവൾ അവളുടെ ലൈഫ് നല്ല രീതിയിൽ അവന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന മണ്ടത്തരല്ലേ? ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിപരമായ ചിന്തകളൊന്നും വരത്തില്ല. ഇനി എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ചിന്തയൊക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അവരതിനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരം ദയവ് ചെയ്ത് കാണിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ പേരൻസ് ആണ്. ഈ കുട്ടിയെ 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താ പറയുന്നത്, ജീവിതം ആസ്വദിക്കേണ്ട സമയം, പഠിക്കേണ്ട സമയം, കരിയർ ബിൽഡ് ചെയ്യേണ്ട സമയം, ഈ ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ 18 വയസ്സാണ് നമ്മുടെ കല്യാണം കഴിക്കേണ്ട പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അത് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ്. അന്നൊന്നും ഈ പെൺകുട്ടികൾ വല്ലതും പഠിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കരിയർ ബിൽഡ് ചെയ്യുകയോ അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയമാണ്. ഇപ്പോഴങ്ങനെ അല്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ നല്ല രീതിയിൽ സ്വപ്നങ്ങളുള്ളവരാണ്. അവർ നല്ല രീതിയിൽ പഠിച്ച് അവരുടെ കരിയർ ബിൽഡ് ചെയ്ത് അവരുടെ ജീവിതം ആസ്വദിച്ചതിന് ശേഷം മാത്രം പിടിച്ച് കെട്ടിക്കൂ. അല്ലാതെ ഈ വക പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴേ ചെറുതിലേ പിടിച്ച് നിങ്ങളുടെ തലയിൽ കൊടുക്കേണ്ട ഒരു കാര്യമല്ല. കുറച്ച് താമസിച്ച് കെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പൊട്ടനായ ഭർത്താവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ കൊച്ചിന് എന്തുവായിരുന്നു ഒരു കുഴപ്പം? ഈ അതിസുന്ദരി, സുരസുന്ദരി, വെളുത്തത്, ചുമന്നത് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പം, അതിപ്പോ ഈവൻ സുന്ദരന്മാരെ ആണേലും കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പം ഇത് ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കുണ്ടാക്കുകയും അനാവശ്യമായി പൊസസീവായിട്ട് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും പരപുരുഷ പരസ്ത്രീ ബന്ധം പുലർത്തുകയും വീട്ടിലെ കാര്യങ്ങളൊന്നും പ്രോപ്പറായി നോക്കാതെ, ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കാര്യങ്ങളൊന്നും പ്രോപ്പറായി നോക്കാതെ ഇങ്ങനെ നടക്കുന്ന പബ്ബും ഇതുമായിട്ടൊക്കെ നടക്കുന്ന, അങ്ങനെ നടക്കുന്ന ഒരു അഴുക്കാണെന്നല്ല ഞാൻ പറഞ്ഞ, ഫ്രണ്ട്സും പബ്ബും ഇതൊക്കെ മാത്രമാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരാളെയാണ് നമുക്ക് കിട്ടുന്നെന്നുണ്ടെങ്കിൽ ഈ സൗന്ദര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് സൗന്ദര്യത്തിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നല്ല മനസ്സുള്ള ഒരാൾ, നമുക്ക് നന്നായി കെയർ ചെയ്യുന്ന, നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു തിങ്കിങ് വരുന്ന, ആ ഒരു ധൈര്യം നമുക്ക് തരുന്ന, നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടിനെ പോലെയുള്ള ഒരാളിനെ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. സൗന്ദര്യത്തിലൊന്നും ഈ ജീവിതത്തിൽ ഒരു കാര്യമില്ല. കാരണം അത് നമുക്ക് കുറച്ച് ജീവിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ സൗന്ദര്യത്തിലല്ല കാര്യം എന്നുള്ളത്. പിന്നെ ഈ ഒരു കേസിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി അവളുടെ അമ്മാവനോട് ചോദിച്ചു എന്ന്, 19ാമത്തെ വയസ്സിൽ ഞാനൊരു ഡിവോഴ്സി ആയില്ലേ എന്നുള്ളത്. 20ാമത്തെ വയസ്സിൽ ഡിവോഴ്സി ആയ വ്യക്തിയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത, ഒരു രീതിയിലും ഒത്തുപോകാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഇനി ഡിവോഴ്സ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. കാരണം ഈ ഒരു ലൈഫ് നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഇയാളുടെ കൂടെ സമൂഹം എന്ത് പറയും, മറ്റ് പല കാര്യങ്ങളും നോക്കി നമ്മൾ നമ്മളുടെ ലൈഫ് കളയാതെ ഇതിൽ നിന്നൊന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമുക്കൊരു ചമ്മലും നാണവും കാര്യങ്ങളും ഒക്കെ കാണും, ആൾക്കാർ എന്ത് പറയും, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് നമ്മളൊന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഒരു അപാര ധൈര്യമാണ്. നമുക്ക് പിന്നെ എന്താ പറയുന്നത്, എല്ലാം നേടിയെടുക്കാനുള്ള ഒരു ത്വരയാണ്. എല്ലാവരുടെയും മുന്നിൽ കുറച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള തോപ്പിച്ചവരെയൊക്കെ അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ത്വരയുടെ ഇതിലുണ്ടല്ലോ നമ്മൾ, എന്താ പറയുക, നമുക്കൊരു അപാര ധൈര്യം, നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ഊർജം നൽകുന്ന ഒരു സാഹചര്യമാണ് അത്. അപ്പൊ അതുകൊണ്ട് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാം നശിച്ചു, ഇനി എനിക്കൊന്നും ജീവിതം ഇല്ല, ഈ പ്രായത്തിൽ ഞാൻ ഡിവോഴ്സ് ആയാൽ എനിക്ക് എന്തോ പറ്റും, ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഡിവോഴ്സ് ആയിട്ടുള്ള എസ്പെഷ്യലി ആ പ്രായത്തിലൊക്കെ ഡിവോഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്തതും ജീവിച്ചതും സന്തോഷിച്ചതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഏത് പ്രായത്തിൽ ഡിവോഴ്സ് ആവുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും, എസ്പെഷ്യലി നമുക്ക് വാല്യൂ തരാത്ത ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നതിലും ഏറ്റവും ഭേദം അവനെ കളയുക അല്ലെങ്കിൽ അവളെ കളയുക, അതിനുശേഷം സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ്.